യെസ്, വയനാട്ടിൽ നിന്ന് ടി അനീസ് അലി കൂടി ചേരുന്നു. അനീസ, ഗുണഭോക്തൃ പട്ടികയെ ചൊല്ലി അനർഹരടക്കം ഇടം പിടിച്ച പട്ടികയെ ചൊല്ലി വലിയ വിമർശനവും പ്രതിഷേധവും ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ നിർണായകമായ മന്ത്രിസഭാ യോഗം ചേരുന്നത്. വളരെ വേഗത്തിൽ പുനരധിവാസം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണോ ദുരന്തബാധിതരടക്കം കരുതുന്നത്? തീർച്ചയായും ദിവ്യ, കഴിഞ്ഞ 4.5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതിൽ വലിയ പിഴവുകളുണ്ടായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ സർക്കാർ നേരിടേണ്ടി വന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ അടിയന്തരമായി ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേർന്നത്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നത് പ്രതിച്ഛായ നഷ്ടം വലിയ തോതിൽ ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് അടിയന്തരമായി വളരെ വേഗത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ആ കരട് പട്ടിക പ്രഖ്യാപനം വലിയ രോഷമാണ് ഈ ഇരകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത്. മുണ്ടക്കൈ, അട്ടമല, അതുപോലെ തന്നെ ചൂരൽമല പ്രദേശങ്ങളിലെ ആളുകൾ സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 4.5 മാസമായിട്ടും ഒരു പൂർണ്ണമായ പുനരധിവാസം ഇപ്പോഴും സ്വപ്നമായി തുടരുകയാണ്. വാടക വീടുകളിലും അതുപോലെ തന്നെ ബന്ധുവീടുകളിലൊക്കെയാണ് അവർ കഴിയുന്നത്. അതിനിടയിലാണ് ടൗൺഷിപ്പ് പ്രഖ്യാപനം വരുന്നത്. മറ്റ് സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സർക്കാരുകളും, കർണാടക പോലെയുള്ള സർക്കാരുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള 100 വീട് തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെയും ഈ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. സർക്കാർ ഭൂമി കൊടുത്താൽ വീടുണ്ടാക്കി നൽകാൻ തയ്യാറാണ് എന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധ സംഘടനകൾ, പീപ്പിൾസ് ഫൗണ്ടേഷൻ പോലെയുള്ള സംഘടനകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമി മാത്രം ഇതുവരെയും അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുവരെയും കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ കാര്യത്തിലും ഇപ്പോൾ വീഴ്ചയുണ്ടാകുന്നു എന്നതാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പോൾ സർക്കാർ ടൗൺഷിപ്പിനായി പ്രഖ്യാപിച്ചിട്ടുള്ള 2 ഭൂമി അതുപോലും നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പകരം ഒരു ഭൂമി കണ്ടെത്താൻ ഇപ്പോഴും സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഇതിനിടയിലാണ് ഈ ഒരു അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരു പട്ടിക, ഗുണഭോക്തൃ പട്ടിക എന്ന രീതിയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇത് വലിയ രോഷത്തിനാണ് കാരണമായത്. കാരണം 388 പേരുടെ പട്ടികയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ മാനന്തവാടി സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ വലിയ തരത്തിലുള്ള പിഴവുകളാണ് ഉണ്ടായത്. അതിൽ 100-ലധികം ആളുകളുടെ പേരുകൾ ആവർത്തിച്ചു വന്നു. അതായത് 288ഓളം ആളുകളാണ് ആ പട്ടികയിൽ ശരിക്കുമുള്ളൂ. ബാക്കിയുള്ള 100-ലധികം ആളുകളുടെ പേരുകൾ ആവർത്തിച്ചു വന്നതാണ്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന 11ാം വാർഡിൽ മാത്രം 65ഓളം ആളുകളുടെ പേരുകൾ ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദിത്തപരമായാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് മനസ്സിലാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അർഹരായ നിരവധി പേർ ഇപ്പോഴും പട്ടികക്ക് പുറത്താണ് എന്നതാണ് വലിയ രോഷത്തിന് കാരണമാകുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത അനന്തരാവകാശികൾ ആരും ഇത് ഏറ്റെടുക്കാൻ പോലും ഇല്ലാത്ത ആളുകളുടെ പേരും ഈ ലിസ്റ്റിൽ വന്നു. ഇങ്ങനെ തുടങ്ങി വലിയ ഗുരുതര പിഴവുകളുള്ളൊരു ലിസ്റ്റാണ് 4.5 മാസത്തിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ച ലിസ്റ്റിലുണ്ടാകുന്നത്. ഇതാണ് വലിയ രോഷത്തിന് കാരണമായത്. ഒരു ന്യായവും ഇതിൻ്റെ മുന്നോട്ട് വെക്കാൻ സർക്കാരിനുണ്ടായില്ല. കെ രാജൻ, റവന്യൂ മന്ത്രി, പ്രതികരിച്ചത് ഇതൊരു കരട് ലിസ്റ്റാണ്, 15 ദിവസം ആക്ഷേപം ഉന്നയിക്കാൻ സമയമുണ്ട് എന്നാണ്. പക്ഷേ ഈ വിശദീകരണത്തിൽ നിൽക്കാത്ത അത്രയും വലിയ തരത്തിലുള്ള പിഴവുകളാണ് ഈ റിപ്പോർട്ടിലുണ്ടായത്. കാരണം ഒരു കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ചില പിഴവുകൾ ഉണ്ടാവും. ആക്ഷേപം ഉന്നയിക്കാൻ 15 ദിവസം സമയം കൊടുക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു വിശദീകരണത്തിൽ നിൽക്കാത്ത അത്രയും ഗുരുതര പിഴവുകളുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വലിയ രോഷമുണ്ടായി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മേപ്പാടി ഭരിക്കുന്ന പഞ്ചായത്ത് പട്ടികയിലുണ്ടായ പിഴവുകൾ അപാകത തന്നെയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. അപ്പോൾ അത് തിരുത്താനുള്ള ഒരു നടപടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ടോ ഇതിനോടകം? തീർച്ചയായും ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗം അടിയന്തരമായി ചേരുന്നത് തന്നെയും അതിൻ്റെ ഒരു ഭാഗമായാണ്. അത്ര പെട്ടെന്ന് ഒരു മന്ത്രിസഭാ യോഗം ചേരുക എന്നത് സർക്കാരിനുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് വലുതാണ്, വലിയ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ നിന്നാണ്. സ്വാഭാവികമായും ഈ പട്ടിക പുനഃപരിശോധിക്കും. ഇന്നലെ തന്നെ ADM അടക്കമുള്ള ആളുകൾ അതിൽ ഉറപ്പ് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് ശുപാർശ സർക്കാരിലേക്ക് നൽകുമെന്ന്. യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഒരു ദൗത്യമാണ് ഇത്ര വലിയ തരത്തിലുള്ള ഗുരുതര കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കിയത് എന്ന് കാണാൻ കഴിയും. കാരണം സർക്കാർ ഇപ്പോൾ ആർക്കൊക്കെ വാടക നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് പരിശോധിച്ചാൽ തന്നെ ഏകദേശ കണക്ക് കിട്ടും. കാരണം ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾ ബന്ധുവീടുകളിലും വാടക വീടുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്കാണ് വാടക നൽകുന്നത്. അതെടുത്താൽ പോലും കണക്ക് കിട്ടും. അതുപോലെ തന്നെ അവിടെ ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിനോട് അന്വേഷിച്ചാൽ പഞ്ചായത്ത് ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. 510 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഈ പഞ്ചായത്ത് നൽകിയത് അവിടെ ഒരു സർവകക്ഷി യോഗം ചേർന്നതിന് ശേഷമാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പേര്, വിവരങ്ങൾ, രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ലിസ്റ്റ് തയ്യാറാക്കി
തയ്യാറാക്കി ഒരു പരിശോധന നടത്തിയിട്ടാണ് മേപ്പാടി പഞ്ചായത്ത് അങ്ങനെ ഒരു ലിസ്റ്റ് നൽകിയത്. അല്ലെങ്കിൽ ഇവിടെ മേപ്പാടി ഉൾപ്പെടുന്ന പ്രദേശത്തെ കൽപ്പറ്റ MLA ടി സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ കയ്യിലും കണക്കുണ്ട്. ഇവര് എല്ലാവരും പറയുന്നത്, ടി സിദ്ദീഖ് അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്, തങ്ങളെ ഇരുട്ടത്ത് നിർത്തി തങ്ങളെ പരിഗണിക്കാതെ, തങ്ങൾ നൽകിയ ലിസ്റ്റ് പരിഗണിക്കാതെ മറ്റൊരു ലിസ്റ്റ് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തയ്യാറാക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ആ ലിസ്റ്റിൽ ഗുരുതര പിഴവുകൾ കൂടി വന്നതോടെ സർക്കാർ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നു, പ്രതിരോധത്തിലായിരിക്കുന്നു. ഇതാണ് ആ തിരക്കിട്ട് അടിയന്തര യോഗം ചേരാനും പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാനും തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.